അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്നൊരു ആയത്ത് പഠിക്കാം. ഫന്തലഖൂ വഹും യതഖാഫതൂൻ. അവിടെ ഒന്നാമത്തെ അക്ഷരം ഫ, ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ നൂന്, മഞ്ഞ നിറത്തിൽ തോ, പച്ച നിറത്തിൽ ല, ചുവപ്പ് നിറത്തിൽ ഖൂ, നീല നിറത്തിൽ വാവ്, ലമ്മ നീട്ടാനുള്ള വാവ്, മഞ്ഞ നിറത്തിൽ അലിഫ്. ഫന്തലഖൂ, അതിനുശേഷം പച്ച നിറത്തിൽ വാ, ചുവപ്പ് നിറത്തിൽ ഹു, നീല നിറത്തിൽ മീമ്, മീമിന് സുക്കൂന്, വഹും. അതിനുശേഷം മഞ്ഞ നിറത്തിൽ യാ, പച്ച നിറത്തിൽ ത, ചുവപ്പ് നിറത്തിൽ ഹാ, നീല നിറത്തിൽ ഫ, മഞ്ഞ നിറത്തിൽ തു, പച്ച നിറത്തിൽ വാവ്, ചുവപ്പ് നിറത്തിൽ ന. യതഖാഫതൂന. ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ. അതിനെങ്ങനെയാണ് കൂട്ടി എഴുതേണ്ടത്? ഫന്തലഖൂ, ഇവിടെ ഫായിനെ അതിന് ശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി. നൂനിനെ ത്വായിലേക്കും, ത്വായിനെ ലാമിലേക്കും, ലാമിനെ ഖാഫിലേക്കും, ഖാഫിനെ വാവിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ഫന്തലഖൂ വഹും. അവിടെ ഹായിനെ മീമിലേക്ക് ചേർത്ത് എഴുതി. വഹും യതഖാഫതൂന. അവിടെ യാഇനെ തായിലേക്ക് ചേർത്ത് എഴുതി. തായിനെ ഖായിലേക്ക് ചേർത്ത് എഴുതി. ഖായിനെ ഫായിലേക്ക് ചേർത്ത് എഴുതി. ഫായിനെ തായിലേക്കും ആ തായിനെ അതിനുശേഷമുള്ള വാവിലേക്കും ചേർത്ത് എഴുതി. കൂട്ടി വായിക്കേണ്ടത് യതഖാഫതൂന, യതഖാഫതൂന. ഇനി എങ്ങനെയാണ് അതിനെ കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. ഫന്തലഖൂ വഹും യതഖാഫതൂൻ. ഇനി മുസ്ഹഫ് എടുത്ത് നോക്കി ഓതിക്കോളൂ. ഫന്തലഖൂ വഹും യതഖാഫതൂൻ. ആവർത്തിച്ച് ഓതിപ്പിടിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.